This is 24. ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു കുഞ്ഞിന്റെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കൂ. ലോകം എത്ര മനോഹരമാണെന്ന് കാണാം. ഇത് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടി നൊബേൽ സമ്മാനം നേടിയ കൈലാഷ് സത്യാർത്ഥിയാണ്. സുന്ദരമായ കാഴ്ചകൾ കാണാൻ കാഴ്ച വൈകല്യങ്ങളില്ലാത്ത ഒരു തലമുറയുണ്ടാകട്ടെ എന്ന സ്വപ്നം പങ്കുവച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ എന്ന വിഷയമാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് ശ്രീധരി എം ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ ഡോക്ടർ ശ്രീകാന്ത് നമ്പൂതിരിയാണ്. ഡോക്ടർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ കൂടുതലും ഈ കാഴ്ച വൈകല്യങ്ങൾ എന്ന് പറയുന്നത് പ്രായവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതായത് പ്രായമായ ആൾക്കാർക്കായിരുന്നു ഇത് കൂടുതൽ. പക്ഷേ ഇന്ന് നമ്മൾ കണ്ണട വെച്ച ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിൽ ഏത് പ്രായം തൊട്ട് നമുക്ക് ഈ കാഴ്ച വൈകല്യങ്ങൾ കണ്ടെത്താൻ പറ്റും? കുട്ടികളിൽ ഉണ്ടാകാവുന്ന കാഴ്ച വൈകല്യം ജനറലായിട്ട് വരുന്ന ഒരു അസുഖത്തിന് റിഫ്രാക്റ്റീവ് എറേഴ്സ്, അതാ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുമ്പോൾ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും. അതായത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും, എന്നാൽ ദൂരെയുള്ളത് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് തന്നെ അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ദൂരത്തെ ഉള്ളതാണെങ്കിലും അടുത്തുള്ള വസ്തുക്കളാണെങ്കിലും കാണുന്നത് നമ്മുടെ കണ്ണിനകത്ത് റെറ്റിന എന്ന് പറയുന്ന ഒരു ഭാഗത്തൊരു സിംഗിൾ പോയിന്റിൽ മാക്കുള എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് എത്തിപ്പെടേണ്ടത്. അവിടെ നിന്ന് അത് ഞരമ്പുകൾ വഴി ബ്രെയിനിലേക്ക് എത്തി അപ്പോഴാണ് നമ്മൾ കണ്ടു എന്നുള്ളൊരു ഫീൽ വരുന്നത്. ഇത് റെറ്റിന വരെ എത്താതെ റെറ്റിനയുടെ മുമ്പിൽ എവിടെയെങ്കിലും വന്ന് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ കുട്ടികൾക്ക് ഇതുപോലെ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നത്. ഷോർട്ട് സൈറ്റഡ്നെസ് അതായത് അടുത്തുള്ളത് കാണാം. ഇത് മുമ്പ് ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ പണ്ടൊക്കെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകാവുന്ന കാഴ്ച വൈകല്യം വളരെ കുറവായിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ട്ഡോർ ഗെയിംസിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ഈ കണ്ണിനകത്ത് ഒരു മില്യൺസ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, കാഴ്ചയെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സ്ട്രക്ചേഴ്സിൻ്റെ ഫങ്ഷൻ നമുക്ക് കണ്ണിന് കൊടുക്കാവുന്ന എക്സസൈസും ഉണ്ട്. അപ്പോൾ അത് ദൂരത്തേക്ക് കാണാനായിട്ട് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു എക്സസൈസ് കിട്ടുന്നിടത്തോളം കണ്ണിന് അത്രയും ബലം വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ ദൂരത്തേക്ക് നോക്കാനുള്ള ഒരു ആവശ്യകത വരുന്നില്ല എങ്കിലും, കാരണം എപ്പോഴും നമ്മൾ ലാപ്ടോപ്പോ ഐപാഡോ മൊബൈലോ എന്തെങ്കിലും വെച്ച് അങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ അതൊരു മേജർ ഡിഫക്റ്റാണ്. പക്ഷേ എന്നിരുന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യങ്ങളൊന്നും വേണ്ടാന്ന് വയ്ക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ എങ്ങനെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനകത്ത് ഇപ്പോൾ കണ്ണിന് ചെയ്യാവുന്ന എക്സസൈസുകളുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൽ നോക്കുകയാണെങ്കിൽ പലതരം ചികിത്സാ രീതികളുണ്ട്. ഈ കുട്ടികളുണ്ടാകുന്ന കാഴ്ച വൈകല്യത്തെ മുഴുവനായിട്ട് നമുക്കത് മാറ്റാൻ സാധിച്ചില്ലെങ്കിലും ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുട്ടികളിൽ സാധാരണഗതിയിൽ ഒരു കുട്ടിയോട് നമ്മൾ കാഴ്ചയ്ക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടിയെ സംബന്ധിച്ച് കുട്ടികൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ല. ബിക്കോസ് കുട്ടികളിൽ ഉണ്ടാകാവുന്ന കാഴ്ച അവരുണ്ടാകുമ്പോൾ തൊട്ട് അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഒരു കാഴ്ച നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ആൾ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് കാഴ്ച ഇല്ലാണ്ടാവുമ്പോൾ ഒരു റിയാലിറ്റി അവർക്കതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ കുട്ടികളിലെ കാഴ്ച വൈകല്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇതുപോലെയുള്ളവർ അവർക്കൊരു അവയർനെസ് ഉണ്ടാവണം, പേരൻസിനും ടീച്ചേഴ്സിനും. എന്നിട്ട് കുട്ടികളുടെ കാഴ്ച വൈകല്യം കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡുകളുണ്ട്. റിഫ്രാക്ഷൻ ടെസ്റ്റുകൾ നോക്കാമെന്ന് പറയും. ഇപ്പോൾ വിഷ്വൽ അക്യൂറ്റി നോക്കുക, നോർമലി ഒരു 6 മീറ്റർ ഡിസ്റ്റൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്നെല്ലൻസ് ബോക്സ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, അതിൽ ഒരു 7 ലൈൻ വരെ വായിക്കാം. അപ്പോൾ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വരുന്ന ഈ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വരുന്ന അസുഖം ഓരോ 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുന്തോറും കണ്ണിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു 18 വയസ്സ് വരെയാണ് അങ്ങനെ ഉണ്ടാവുക. അതിനുശേഷം അതങ്ങ് സ്റ്റേബിളായി പോകും. അപ്പോൾ ഈ 18 വയസ്സിന് മുമ്പുണ്ടാകാവുന്ന ഈ ഒരു വൈകല്യത്തെ നമ്മളത് പിന്നീട് കൂടുതൽ വഷളാവാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു മേജർ ലൈൻ ഓഫ് ചികിത്സ എന്നുള്ളത് ഇതിനകത്ത് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, ഈ ക്ലോസ് ആയിട്ടുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഈ മൊബൈൽ ഫോൺസ്, ഐപാഡുകൾ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ സ്ക്രീനുകൾ, ഇതുമായിട്ടൊക്കെയാണ് അവർ കൂടുതൽ അടുത്ത് പെരുമാറുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഒരു ഇൻഹാബിറ്റേഷനും ഒരുപാട് മാറിയിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായ ഗ്രൗണ്ടുകളിൽ പോയി കളിക്കുന്നു, അതുപോലെ പുറത്തിറങ്ങി. ഇന്നത്തെ കുട്ടികൾ കൂടുതലും വളരുന്നത് ഫ്ലാറ്റുകളിലാണ്. അപ്പോൾ ഈ ഫ്ലാറ്റിൽ അടച്ചിരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഇവർക്ക് ഇൻഡോർ ഗെയിംസ് ആണ് ഇവർ കളിക്കുന്നത് പോലും. അപ്പോൾ അവിടെ തന്നെയും അവരുടെ മേജർ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ സ്ഥലത്ത് പോലും അവരുടെ ഈ ഒരു
പ്രശ്നം അവർക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതല്ല. അതായത് ഈ അടച്ചിട്ട മുറികളിൽ നിന്ന് പുറത്തേക്ക് അവരെ ഇറക്കി വിട്ട് കണ്ണുകൾക്കൊരു വ്യായാമം ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് ഞാൻ കുറച്ചു നേരം മുമ്പ് സൂചിപ്പിച്ചത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളിൽ നമ്മുടെ നാട് നന്നായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാറ്റിലൊക്കെയാണ്. ഇപ്പോൾ അല്ലാതെ ഒരു സ്ഥലം കിട്ടുക, വീടുണ്ടാക്കുക എന്നുള്ളതും പലപ്പോഴും പ്രായോഗികമായിക്കോണമെന്നില്ല. പിന്നെ കമ്പ്യൂട്ടർ യൂസേജ്, നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉപയോഗം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എന്നാൽ കുട്ടികളിൽ വരുന്ന വൈകല്യത്തെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ, അതായത് പിന്നീടും അത് പ്രോഗ്രസ് ചെയ്യാതെ ആ അസുഖം കൂടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് പേരൻസ് മാതാപിതാക്കൾ വരുമ്പോൾ നമ്മൾ കുറച്ച് എക്സസൈസുകളൊക്കെ നിസ്സാരമായി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന, കണ്ണ് തുറന്നു പിടിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കണ്ണ് കൊണ്ട് നോക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ്, അങ്ങനെ ഓരോ എക്സസൈസ് മുകളിലേക്ക് താഴത്തേക്ക്, അതായത് തല അനക്കാതെ കണ്ണുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക, ഐബോൾ മൂവ്മെൻറ്റ് എക്സസൈസ് എന്നതിന് പറയും. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഭരതനാട്യം ഇങ്ങനെയുള്ള ഡാൻസൊക്കെ പഠിക്കുന്ന കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ കണ്ണിനുള്ള ഈ എക്സസൈസ് കിട്ടുന്നത് കൊണ്ട് കണ്ണിനുള്ള വൈകല്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സസൈസുകളിൽ കൂടെയൊക്കെ നമുക്കതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നീടുള്ളത് മരുന്ന് ആവശ്യമുള്ള കണ്ടീഷനിലാണെങ്കിൽ മരുന്ന് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ മാക്സിമം കുട്ടികളിൽ സ്കൂളിൽ ഔട്ട്ഡോർ ഗെയിംസിനകത്ത് ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇതില്ലെന്നാണെങ്കിൽ അങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് പറഞ്ഞു വിട്ട് അവർ കൂടുതൽ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്ന് വയ്ക്കുക. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ വൈകല്യത്തെ, ഈ ജന്മനാ വരുന്ന വൈകല്യത്തെ, ഈ ഷോർട്ട് സൈറ്റഡ്നെസ് എന്നുള്ളത് ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കാൻ പറ്റും. നേരെ മറിച്ച് അല്ലാതെ വരുന്ന, ഇപ്പോൾ കൺജനൈറ്റലായിട്ട് വരുന്ന കാറ്ററാക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചികിത്സ എന്താണെങ്കിലും അതിനകത്ത് ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺസ് തന്നെ നമുക്കറിയാം ചില മൊബൈൽ സ്ക്രീൻ എന്ന് പറയുന്ന അത്ര ക്വാളിറ്റി ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ നിന്നൊക്കെ വരുന്ന പ്രകാശം കുട്ടികളിൽ കണ്ണിൻ്റെ കാഴ്ചയെ കുറയ്ക്കാൻ കാരണമാകുമോ? ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞാലും, ഈ കമ്പനി മാറുന്നതനുസരിച്ച് അതിൻ്റെ റേഡിയേഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് പറയാൻ ഞാൻ അത്ര യോഗ്യനല്ല. പക്ഷേ നമ്മൾ മാക്സിമം നോക്കുമ്പോൾ, ഇപ്പോൾ പേരൻസ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഇവൻ നമ്മൾ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും മൊബൈൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുട്ടികൾ ഗെയിംസിലാണ്. ഇപ്പോൾ ഈ നോക്കുന്നത്, ഇപ്പോൾ വലിയ ആൾക്കാരാണെങ്കിലും ഈ വാട്സപ്പ് നോക്കുമ്പോൾ അനാവശ്യമായിട്ട് ഒരേ മെസ്സേജ് തന്നെ എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കുക. അപ്പോൾ അത്രയെങ്കിലും നമുക്ക് ആ ഒരു സ്ട്രെയിൻ കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഡ്രൈനെസ് ഉണ്ടാവില്ല ഇതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു പ്രതിരോധ ശക്തി നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികളെ കഴിവതും മൊബൈലിൽ നിന്ന്, ഗെയിമുകളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റുക. കാരണം ഇനിയുള്ള കാലത്തേക്ക് സ്കൂളുകളിലാണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ളതും ഐപാഡ്, ലാപ്ടോപ്പ് വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഈ പുസ്തകങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു വരണം. അതുപോലും ഇപ്പോൾ ഈ ബുക്കുകൾ വായിക്കാനാണ് അവർക്ക് താല്പര്യം. വാസ്തവം. കാരണം എല്ലാം ഒരു സോഫ്റ്റ്വെയറൈസേഷൻ ആയിക്കൊണ്ടിരിക്കുക, എല്ലാം ഓൺലൈൻ വഴി എല്ലാം അവൈലബിൾ ആണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷേ വികസനമാണ്, അത് നടക്കട്ടെ എന്ന് വയ്ക്കുക. അതിൻ്റെ കൂടെ കൂടുതൽ കണ്ണിൻ്റെ കാഴ്ചയിലേക്ക് പ്രശ്നങ്ങളൊന്നും പോവാത്ത രീതിയിൽ നമ്മൾ ചെറുത്ത് നിൽക്കുക. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. പയ്യന്നൂർ നിന്ന് ബാലചന്ദ്രനാണ്. ബാലചന്ദ്രൻ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. നമ്മളൊരു കുട്ടിയുണ്ട്, ബന്ധുവിന്റെ കുട്ടിക്ക് ഡേറ്റ് ശരിക്കും 8ാം മാസത്തിൽ പ്രസവിച്ച കുട്ടിയാണ്. ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയൂ. അതായത് എന്റെ ഒരു മരുമകന്റെ കുട്ടി 8ാം മാസം അവര് പ്രസവിച്ച. 8ാം മാസം പ്രസവിച്ചു. അതെ അതെ. പ്രസവിച്ച് അവസാനം ഒരു കുറച്ച് കഴിഞ്ഞായിട്ടാകുമ്പോ തന്നെ കുട്ടിക്ക് പനി വന്നു. പനി വന്ന് പയ്യന്നൂര് ഇവിടെ പെരിയാരം മെഡിക്കൽ കോളേജിന് ശേഷം 1 മാസത്തോളം അവിടെ കുട്ടികളെ വാർഡിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. അവിടുന്ന് വീണ്ടും അത് ഇവിടത്തേക്ക് മാറ്റി. എന്നുകൊണ്ട് അവര് പറഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമൃതയിലേക്ക് മാറ്റി. ഇപ്പൊ കുട്ടിക്ക് എന്ത് പ്രായമുണ്ട്? ഇപ്പൊ കുട്ടിക്കിപ്പം 4 വയസ്സാവുന്നു. ഇപ്പൊ കണ്ണ് ശരിക്കും കാണുന്നുണ്ടോ വെച്ചാൽ കാണുന്നില്ല. എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. കരിമ കണ്ണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്നുണ്ട്. ചലിച്ചോണ്ടിരിക്കുന്നത്. അത് നമ്മൾ ശരിക്കും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോക്കുന്ന നമുക്ക് തോന്നുന്നില്ല കുട്ടി. ഇത് കേട്ടിടത്തോളം ഈ കണ്ണ് ചലിക്കുക എന്ന് പറയുന്നത് നിസ്റ്റാഗ്മസ് എന്നാണ് ഇതിന് പറയുക. ഇത് ഇവര് ആദ്യം പറഞ്ഞ
ഇദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ കുട്ടി 8ാം മാസത്തിൽ പ്രസവിച്ചു. അപ്പോൾ അതിൽ ഒരു സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ റെറ്റിനോപ്പതി ഓഫ് പ്രീ മെച്യൂരിറ്റി എന്ന് പറയും. അതായത് കുട്ടികളിൽ 9 മാസം തികഞ്ഞ് 10ാം മാസം എത്തുമ്പോൾ പ്രസവിക്കുന്നതിന് പകരം നേരത്തെ പ്രസവം നടന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു കാര്യം റെറ്റിന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിനകത്ത് കാണുന്ന സംഭവങ്ങൾ എത്തിപ്പെടേണ്ട റെറ്റിന എന്ന് പറയുന്നൊരു ഏരിയയിലാണ്. അപ്പോൾ ഈ റെറ്റിനയിൽ 10 ലെയറുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലെയറും രണ്ടാമത്തെ ലെയറും കൂടി തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റ് പ്രോപ്പർ ആയിക്കൊള്ളുന്നില്ല, അത് ഡിറ്റാച്ച്ഡ് ആവാം. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന സംഭവങ്ങൾ അങ്ങോട്ട് എത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐബോളിന് ഒരിടത്ത് ഫോക്കസ് ചെയ്തിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി എന്നാണ് ഇതിൽ കണ്ടീഷനിൽ പറയുക. പക്ഷേ ഇത് കൂടുതൽ ചികിത്സ പോസിബിളാണ്. ഇപ്പോൾ ഉള്ളത് നിലനിർത്തി കൊണ്ടുപോയി നോക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്തുമാത്രം കാഴ്ച ഉണ്ട് എന്നുള്ളത് ഒന്ന് അസസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഡോക്ടറിന്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോവുകയും ആ ഒരു ഡയഗ്നോസിസിന് ശേഷം മാത്രമേ. അത് തന്നെ, കാരണം ഞാനിതൊരു പോസിബിൾ ആയിട്ടുള്ള ഡയഗ്നോസിസ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സാധാരണ 8 മാസത്തിലുണ്ടായ കുട്ടി അതിന് റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി എന്നുള്ള വരാം. പിന്നെ കണ്ണ് ഇങ്ങനെ ഐബോൾ ചലിക്കുന്നുണ്ട്, അതിനെ നിസ്റ്റാഗ്മസ് എന്ന് പറയാം. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് പോസിബിളാണ്. ആ ചലനം നിർത്തുക, കാഴ്ച ഉള്ളത് നിലനിർത്തുക, പിന്നീട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ പോസിബിളാണ്. അതിന് ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലിയർ ഡയഗ്നോസിസ് അതിനകത്ത് വളരെ അത്യാവശ്യമാണ്. ബി സ്കാൻ പോലെയുള്ള മെഷീനറീസ് കൊണ്ട് ഡിറ്റാച്ച്ഡ് ആണോ, അത് എന്തുമാത്രം ഡിറ്റാച്ച്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു ചികിത്സ നിർണ്ണയിക്കാനായിട്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അത് കേട്ട് കാണും, അതുപോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കോളറുണ്ട്, പാലക്കാട് നിന്ന് അഞ്ജുവാണ്. അഞ്ജു, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറുണ്ട്, ചോദിക്കാം. ശരി. ഹലോ സാർ. നമസ്കാരം. ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്വിൻസ് ആണ് എനിക്ക്. 7 മാസം തികയുന്ന ഒരാഴ്ച മുമ്പ് ഞാൻ ഡെലിവറി കഴിഞ്ഞിരുന്നു. 7 മാസം തികഞ്ഞില്ല, അപ്പോഴേക്കും പ്രസവിച്ചു. അതിലെ ചെറിയ വലിയ ആൾക്ക് കണ്ണിന് പ്രോബ്ലം ഇല്ല. ചെറിയ ആളുടെ കണ്ണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാണിക്കും നോക്കാൻ പറയുമ്പോ അവൻ അടുത്തൊന്ന് വളരെ സൂക്ഷിച്ചിട്ടാ നോക്കുക. അതുപോലെ ടിവിയിലേക്ക് നോക്കുമ്പോഴും ടിവിയുടെ അടുത്ത് ചെന്നിട്ടാ നോക്കുക. മൊബൈലില് അധികം യൂസ് ചെയ്യാൻ കൊടുക്കാറൊന്നുമില്ല. പക്ഷെ അത് എന്ത് പ്രായമുണ്ട് കുട്ടിക്ക്? ഇപ്പൊ 2 വയസ്സ്. 2 വയസ്സ്. ഇതും ഈ പറയുന്ന പോലെ കണ്ണ് ഐബോള് കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇതും ഞാനതിപ്പോൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതും പ്രീമെച്വർ ബേബി എന്നുള്ളതാണ്. 7 മാസത്തിൽ പ്രസവിച്ചു. അപ്പം മാസം തികയാതെ ഉണ്ടായ കുട്ടികൾക്ക് വരാകാവും സാധ്യതയുള്ള കൂടുതലുള്ള ഒരു അസുഖമാണ് റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി, അല്ലെങ്കിൽ ROP എന്ന് പറയും. അപ്പോൾ അതിലും ട്രീറ്റ്മെൻറ്റ് പോസിബിളാണ്. പക്ഷേ അത് എത്ര കണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതോ അതിൻ്റെ സ്റ്റെബിലിറ്റി ഇപ്പോൾ ഉള്ളത് നിലനിർത്താം. ഇപ്പോൾ അവർ പറയണ്ടായി കുട്ടി ടിവിയുടെ അടുത്ത് പോയെന്ന് കാണണം എന്ന് മോഹമുണ്ട്. അപ്പോൾ കുട്ടിക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല, പറയാനറിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി കാണണം എന്നുള്ളതുകൊണ്ട് എന്താണ് ടി വിയിൽ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് കുട്ടി അടുത്തേക്ക് തന്നെ അങ്ങ് ചലിച്ചു പോകും. അപ്പോൾ ഇതിനെ ROP എന്നാണ് പറയാം. പക്ഷേ ഇതിലും ഒരു കറക്റ്റ് ഡയഗ്നോസിൽ ബേസ്ഡായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതെ, നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗൈഡൻസ് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. അപ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് ഡോക്ടർ പറഞ്ഞ പോലെ ആ ലെയർ എത്രത്തോളമാണ് ഡിറ്റാച്ച്ഡ് ആയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയും. നമുക്ക് വീണ്ടും ഒരു കോളർ ഉണ്ട്, കണ്ണൂരിൽ നിന്ന് നിത്യയാണ്. നിത്യ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം, ചോദിക്കാം. ഹലോ. പറഞ്ഞോളൂ. കണ്ണിന്റെ ആ കോള് കട്ടായിപ്പോയെന്ന് തോന്നുന്നു, ചില പ്രശ്നമുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കോള് വരുമ്പോൾ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്ന ഹ്രസ്വദൃഷ്ടിയെ പറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഹൈപ്പർ മെട്രോപ്പിയ മറ്റൊരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളിൽ കാണുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനെന്താണ് ഒരു പരിഹാരം? സാധാരണയായിട്ട് റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്നുള്ളൊരു 3 രീതിയിലാണ് അതിനെ വച്ചിരിക്കുന്നത്. ഒന്ന് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ്, അതായത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ദൂരെയുള്ളതിന് മങ്ങലുണ്ടാവും. രണ്ടാമത്തത് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ്. അത് കുട്ടികളിലേക്കാളും കൂടുതൽ അത് കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ഒരു 40 വയസ്സൊക്കെ എത്തുമ്പോഴാണ് അത് കൂടുതൽ വരിക. അതിൽ അടുത്തുള്ളത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാൽ അകലേക്ക് കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പതുക്കെ ആ ബുക്കോ പേപ്പറോ എന്താ വെച്ചാൽ അത് ഇങ്ങനെ ഒന്നാക്കും, എന്നിട്ട് കണ്ണൊന്ന് പതുക്കെ കുറച്ചൊന്ന് വലുതാക്കിയൊക്കെ നോക്കും. അത് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഒരു സാധാരണഗതിയിൽ നമ്മുടെ ഏജ് പ്രോഗ്രസസ് ഈ അസുഖം വരിക എന്നുള്ളത് ഒരു നിയമപരമായി അങ്ങ് നടക്കുന്നതാണ്. അപ്പോൾ അതിൽ കണ്ണട വെക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ ജോലിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
കാരണം ഇപ്പം സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാൾ ഒക്കെ ആകുമ്പം ചിലപ്പം ദൂരത്തേക്ക് നോക്കി അങ്ങനെ വണ്ടി ഓടിക്കുന്ന അവർക്ക് വലിയ അത്യാവശ്യം വരില്ല. നേരെ മറിച്ചൊരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ക്ലറിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും രജിസ്റ്ററുകൾ നോക്കണം, എഴുതണം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാണാൻ പറ്റാണ്ട് വരുമ്പോൾ നിർബന്ധിതരാകും കണ്ണട വയ്ക്കാനായിട്ട്. ഇതും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോഗ്രസ് ചെയ്യാം, പവർ കൂടിക്കൊണ്ടിരിക്കാം. അപ്പോൾ കൂടാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്തില്ല. ഇത് കഴിഞ്ഞ് ഒരു കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് ഒരു 55 വയസ്സ് 60 വയസ്സൊക്കെ എത്തുമ്പോഴത്തേക്കുമാണ് ഒരു തിമിരം അഥവാ കാട്രാക്ട് എന്ന് പറയുന്ന ഒരു അടുത്ത അവസ്ഥയിലേക്ക്. ഇതൊക്കെ ഒരു നോർമലി ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് വരുന്ന അസുഖങ്ങളാണ്. ഈ റിഫ്രാക്റ്റീവ് എററിലെ മൂന്നാമത്തേതെന്ന് വെച്ചാൽ അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറയും. അത് കുട്ടികളിൽ സാധാരണ കാണാറുണ്ട്, മയോപ്പിക് അസ്റ്റിഗ്മാറ്റിസ്. മറ്റൊന്നുമല്ല, നമ്മൾ ചിലരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന കോളിൽ അവർ സൂചിപ്പിക്കേണ്ടായി അടുത്തേക്ക് പോയി ആ കാണണേന്നുള്ളത്. അപ്പോൾ അത് മറ്റൊന്നുകൊണ്ടല്ല, ദൂരത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ആരാണെങ്കിലും കാണുന്നത് കറക്റ്റ് ഒരു പർട്ടിക്കുലർ ആക്സിസിൽ വേണം നമ്മളത് കാണാൻ. ആ കറക്റ്റ് ആംഗിളിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതിനെ ഒരു 4 അല്ലെങ്കിൽ 5 അക്ഷരമുള്ളൊരു വാക്ക് എഴുതി വെച്ചാൽ ഈ 2 അക്ഷരങ്ങളുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നിങ്ങനെ കണ്ണൊന്ന് സൂക്ഷിച്ച് നോക്കും. ഇപ്പോൾ ക്യാമറയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണത് രീതിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കണ്ണും ഒരു സംതിങ് ലൈക്ക് ക്യാമറ എന്നുള്ള രീതിയിലാണ് ഐബോൾ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ചെറുതാക്കി നോക്കും. ഇതൊക്കെ നമ്മൾ ഈ കുട്ടികൾ ഇതൊന്നും കംപ്ലയിൻറ്റ് ചെയ്തോണമെന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളിപ്പം പല ഐ ഹോസ്പിറ്റലുകളും ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിലും പല പ്രോജക്റ്റുകളും ഉണ്ട് കുട്ടികളിലെ കാഴ്ച വൈകല്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ അതിനകത്ത് ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പേരൻസ് ടീച്ചേഴ്സ് PTA അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക. കുട്ടികളിൽ ഓട്ടോമാറ്റിക്കലി അവർ ബാക്ക് ബെഞ്ചിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടോ, അവരിങ്ങനെ നോക്കുന്നുണ്ടോ, അവർക്ക് തലവേദന കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെ വെച്ചിട്ട് ഒരു ഡോക്ടറെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുക, അതേ നടക്കുള്ളൂ. അപ്പോൾ അതുപോലെ പല പ്രോജക്റ്റ് ഇപ്പോൾ സർക്കാർ തലത്തിലാണെങ്കിൽ ദൃഷ്ടി, മിഴി എന്നൊക്കെ പറഞ്ഞിട്ട് നാഷണൽ ആയുഷ് മിഷൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ നമ്മളും ഒരു ബാലനേത്രരക്ഷാ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും ഒരു വിഷൻ സ്ക്രീനിങ് എന്നുള്ളൊരു പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം അവരിങ്ങോട്ട് കംപ്ലയിൻറ്റ് ചെയ്യാത്തോടത്തോളം നമ്മൾ അവിടെ പോയി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു വേറൊരു സർവേ നോക്കിക്കഴിഞ്ഞാൽ WHO ഒരു പഠനം വഴി ഏകദേശം 253 മില്യൺ ആൾക്കാരിൽ ഈ റിഫ്രാക്റ്റീവ് എറർ എന്നുള്ളൊരു സംഗതി ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 18 വയസ്സിലും താഴെയുള്ള കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30 മില്യൺ ആൾക്കാരിൽ ഒരു 10 പേരിലൊരു 4 കുട്ടികൾക്കെങ്കിലും ഈ റിഫ്രാക്റ്റീവ് എറർ എന്നുള്ളതാണ് ഒരു കണക്ക് പറയുന്നത്. അത് ഒരു 2030 ആകുമ്പോഴത്തേക്കും പിന്നെയും 10-4 എന്നുള്ളൊരു റേഷ്യോ ഒക്കെ മാറി അത് നേരെ 10-8 വരെയൊക്കെ എത്താം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഡോക്ടർ, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കോളർ കൂടെ ഉണ്ട്. റീജ എന്നാണ് ഞാൻ കേട്ടത്. വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ. ഹലോ ഡോക്ടർ, എന്റെ മോന് 4.5 വയസ്സേ ഉള്ളൂ. അവന്റെ ഇടത്തെ കണ്ണ് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചപ്പോ ഇങ്ങനെ ഇത് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടു, പക്ഷെ ചെയ്തിട്ടും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 4.5 വയസ്സ് പ്രായം അല്ലേ? അതെ അതെ. ഇത് കുട്ടികളിൽ ഡാക്രോസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ആണ് എന്ന് പറയുന്നത്. ഇപ്പോൾ എപ്പിഫോറ, അതായത് കണ്ണിൽ നിന്ന് വെറുതെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൽ ആ എക്സസൈസ് ഏതാണെങ്കിലും അവർ ചെയ്യേണ്ടത് തന്നെയാണ്. സാധാരണ നമ്മുടെ ഈ കണ്ണുനീരിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായി അതിവിടെ വന്ന് ഇവിടെ ഒരു ബാഗ് പോലൊരു സംഗതി ഉണ്ട്, ലാക്രിമൽ സാക്ക്, അവിടെ വന്ന് കളക്ട് ചെയ്യും. അവിടെ നിന്നും അത് യൂണിഫോമായിട്ട് കണ്ണിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പം ഇതിൻ്റെ ആ കളക്ഷൻ അവിടെ ഉണ്ടെങ്കിലും അതവിടെ എക്സസ് ആയി കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. കുറേ ആയി കഴിയുമ്പോൾ ഇത് പസ്സായി ഫോം ചെയ്യും. പിന്നെ അവിടെ താങ്ങാൻ പറ്റാണ്ട് വരുമ്പോൾ ഈ വെള്ളം പോലെ അതിനകത്ത് കണ്ണുനീരിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിക്കൊള്ളും എന്ന് നിർബന്ധമില്ല. അപ്പോൾ വെറുതെ വെള്ളം പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് സാധാരണ ഡാക്രോസിസ്റ്റൈറ്റിസ് എന്ന് പറയും. ഇതിപ്പം ഒരു കുട്ടികളിൽ കൺജനൈറ്റലായിട്ട് ഇതുപോലെ ഒത്തിരി കുട്ടികളിൽ കാണുന്നുണ്ട്. അപ്പം നമ്മളാദ്യം എന്താ വെച്ചാൽ കുട്ടികളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പേരൻസ് അങ്ങ് പേടിക്കും. ഇപ്പം ഞങ്ങളൊക്കെ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, പക്ഷേ പേരൻസിന് കൂടുതൽ പേടി തോന്നും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ മരുന്നിനേക്കാളും കൂടുതൽ നമ്മളിതാ ഈ കണ്ണ് രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ മുട്ട് പോലെ കിട്ടും. ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു എക്സസൈസാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സോ ദാറ്റ് ആ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ആ കണ്ണുനീര് അവിടെ കെട്ടിക്കിടക്കില്ല, അത് അവിടെ നിന്ന് യൂണിഫോമായിട്ട് സപ്ലൈ ചെയ്യും. നമ്മൾ ഞെക്കി കൊടുക്കുമ്പോൾ അതങ്ങോട്ട് പോകുന്നത് പൊക്കോട്ടെ എന്ന് വയ്ക്കാം. പക്ഷേ
ഇത് ഒരു പരിധിയിൽ വരുന്ന ഒരു അപ്പുറത്തേക്കുള്ള കുട്ടികളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പേരൻസിനൊരു ദേ വിൽ ഗെറ്റ് സ്കേഡ്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ കുട്ടിക്ക് വേദന എടുക്കുമല്ലോ എന്നുള്ളൊരു രീതിയിലേക്ക് അവർ ചിന്തിക്കും. അപ്പം അയ്യോ അങ്ങനെ കുട്ടി പിന്നെ അതുകൊണ്ട് കരയില്ലേ, പക്ഷെ അതങ്ങനെ കരയൊന്നുമില്ല, കുട്ടിക്ക് അങ്ങനെ വേദന എടുക്കുന്നില്ല. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അതിനായിട്ട് മെയിനായിട്ടുള്ള മാർഗ്ഗം. പിന്നെ ഉണ്ട് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മരുന്നുകളൊക്കെ കണ്ണിൽ ഒഴിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ കുട്ടിയൊന്ന് 4.5 വയസ്സ് മാത്രമല്ലേ പ്രായമുള്ളൂ. അപ്പോൾ അതിൽ കുട്ടികളെയൊക്കെ നമ്മളൊന്ന് ഡയറക്റ്റ് എക്സാമിനേഷൻ ഇല്ലാതെ ഒരു മരുന്ന് നിർണ്ണയിക്കുന്നതൊന്നും പ്രായോഗികമല്ല. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് സജഷൻസ് അവർക്ക് കൊടുക്കാൻ പറ്റും. അതെ, ഒരു കോളറോടുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഹംസ. വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ നമസ്കാരം. ഹലോ, ഞാൻ ഹംസയാണ്, തൃശ്ശൂരിൽ നിന്നാണ്. പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. ഹലോ, എന്റെ മകനെ ഇപ്പൊ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 15 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ആൾക്ക് ഈ ഷോർട്ട് സൈറ്റ് ഉണ്ട്, നല്ല ഉണ്ട്, 5.5-6 പവർ. അപ്പോ നമ്മള് ഡോക്ടേഴ്സിനെ കാണുമ്പോ ലേസർ ചികിത്സയെ കുറിച്ച് പറയണ്ടേ, അത് പിന്നെ അതിനെ കുറിച്ച് എന്താ, എത്ര വയസ്സാവണം, അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ പറഞ്ഞേ? അതെ അതെ അതെ, നമ്മൾ ശ്രീധര്യത്തിലേക്ക് പോയി ചികിത്സ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഈ 10ാം ക്ലാസ് ഇപ്പം 15 വയസ്സുള്ള ആൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഫ്രാക്റ്റീവ് എറർ എന്നുള്ളതാണ് സാധാരണ ഞാൻ പറയണ്ടായി. അതായത് ഒരു 18 വയസ്സ് വരെയൊക്കെയാണ് സാധാരണഗതിയിൽ ഈ റിഫ്രാക്റ്റീവ് എറർ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതകൾ വരിക. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം 5.5-6 എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പം 5.5 ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ലെൻസ്, സിലിണ്ടറിക്കൽ ലെൻസ്, ലെൻസിൻ്റെ പവറാണ് പറയുന്നത്, കണ്ണാടിയുടെ പവർ. അതിൽ 5.5-6 എന്നുള്ളത് എങ്ങനെ പോയാലും ആയുർവേദത്തിലൂടെ മരുന്ന് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അങ്ങ് മാറ്റിയെടുക്കാൻ ഏതായാലും പറ്റില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം. കാരണം അത് പ്രോഗ്രസ്, അത് കൂടാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലെവൽ. പിന്നെ ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞ ലേസർ എന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് ഞാനല്ല, അതൊരു മോഡേൺ ഒഫ്താൽമോളജിസ്റ്റാണ്. പക്ഷേ എങ്കിലും അറിയാവുന്ന പറയാം. അത് ലേസർ, ലാസിക് എന്ന് പറയുന്നൊരു സർജറിയാണത്. അതായത് ഒരു എക്സൈമർ ലേസർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലേസർ കണ്ണിൽ പെനട്രേറ്റ് ചെയ്ത് ഈ ഡിസ്റ്റൻസ്, ആക്സിയൽ ലെങ്ത് കുറച്ച്, അങ്ങനെയാണ് ഇത് മാറ്റിയെടുക്കണേ. അപ്പോൾ ഇതിൽ 15 വയസ്സിൽ അത് ചെയ്തോണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം സാധാരണഗതിയിൽ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കണ്ടീഷൻ അങ്ങ് സ്റ്റേബിളാവും. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാസിക് പിന്നീട് അത് കൂടാനും സാധ്യതകൾ കുറവാണ്. അൺലെസ് നമ്മൾ വേറെ വല്ല കമ്പ്യൂട്ടർ പ്രൊഫഷനിലേക്കോ അല്ലെങ്കിൽ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാകാവുന്ന ജോലികളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ ആ സമയത്ത് അത് ചെയ്യാം. അപ്പോൾ ആ കണ്ണിൻ്റെ സ്ട്രക്ചറുകളൊക്കെ കംപ്ലീറ്റ്ലി ഫോംഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. പിന്നെ അതിൽ ഒരു അഭിപ്രായം, എന്നേക്കാൾ നല്ലത് ലാസിക് സർജറി ചെയ്യുന്ന ഒരു ഡോക്ടറോട് അഭിപ്രായം ചോദിക്കുന്നതാണ് അതിലും കൂടുതൽ നല്ലത്. പിന്നെ ഇതിൽ ഒരു ചെറിയ ഒരു പറ്റം ഇൻസിഡൻറ്റ് റേറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ റിവേഴ്സ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിന് ഒരു വേറൊരു ഒഫ്താൽമോളജി വിദഗ്ധൻ്റെ അടുത്തുനിന്ന് അഭിപ്രായം ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ കുട്ടികൾ ഈ കണ്ണട വെക്കുമ്പോൾ നമുക്കറിയാം, ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവരെ പുറത്ത് കളിക്കാനൊക്കെ പോകും. അപ്പം യൂഷ്വലി കളിക്കാൻ പോകുമ്പോൾ ഇവർ ഈ കണ്ണട ഊരി വെച്ചിട്ടാണ് പോകുന്നത്. കാരണം ചിലപ്പോൾ എന്തെങ്കിലും കേട് പറ്റിയാലോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കളിക്കുന്നതിലുള്ള തടസ്സം കൊണ്ടൊക്കെ ആവാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കണ്ണട അല്ലെ ഫ്രെയിം നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, ഈ CR39 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളികാർബണേറ്റ് ഫ്രെയിം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ എന്തെങ്കിലും എളുപ്പമുണ്ടോ? ഏത് തരത്തിലുള്ള ഫ്രെയിം ആയിരിക്കണം അവർ സെലക്ട് ചെയ്യേണ്ടത്? അല്ല, നമ്മളെ ഈ കണ്ണട വയ്ക്കുന്നത്, ഇപ്പോൾ കുട്ടികളിൽ കണ്ണാടി അവർ ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൽ സ്റ്റാർട്ടിങ് ഫ്രം -0.25 എന്ന് തുടങ്ങി ഇത് -20 വരെയൊക്കെ ഡയോപ്ട്രിക് പവറുകൾ വരാം. അപ്പം നമ്മളൊരു ഏകദേശം ഒരു -2 ഡയോപ്റ്റർ വരെയൊക്കെ ഉള്ളിലൊക്കെയാണ് ഈ കണ്ടീഷനെങ്കിൽ ഒരു മൈൽഡ് ഡിഗ്രി മയോപ്പിയ എന്ന് പറഞ്ഞാൽ മതിയാവും. ഇതിനിടയ്ക്കൊരു 4 -4 വരെയൊക്കെ ഒരു ഡയോപ്റ്ററിലാണെന്നാണെങ്കിൽ ഒരു മോഡറേറ്റ് ഡിഗ്രി, പിന്നെ അതിലും കൂടി ഒരു 6 ആ ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഹൈ ഡിഗ്രി മയോപ്പിയ എന്ന് പറയണം. അപ്പോൾ ഈ ഹൈ ഡിഗ്രിയിലേക്കൊക്കെ എത്തിയ കുട്ടികൾ കണ്ണാടി വെക്കാൻ, അത്രയും പവറൊക്കെ ഉള്ള കണ്ണാടി വെക്കേണ്ട വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് കളിക്കാൻ ഇറങ്ങുമ്പോൾ കണ്ണാടി ഇല്ലാതെ അവർക്ക് കാണാൻ പറ്റില്ല. നേരെ മറിച്ച് എന്നാൽ ഒരു ലോവർ ഡിഗ്രിയിലുള്ള ചെറിയ പവറിലുള്ള ഒരു 1.5 ഒരു പവറൊക്കെ വയ്ക്കുന്ന ഒരു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കണ്ണാടി മാറ്റിയാലും, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പം ചിലപ്പോൾ ബോളിൻ്റെ ഡിസ്റ്റൻസിൽ ചിലപ്പോൾ കിട്ടില്ല, പക്ഷേ ഫുട്ബോൾ ആണെങ്കിൽ നേരെ മറിച്ച് കിട്ടും. അപ്പോൾ അതിന് ആ പവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. പിന്നെ ലെൻസുകളിൽ എപ്പോഴും ഈ കുട്ടികളിൽ സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫൈബർ ലെൻസ് വയ്ക്കുക എന്നുള്ളതല്ലാതെ ഗ്ലാസ്സിൽ ഏതാണെങ്കിലും ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവർ സൂക്ഷിക്കുന്നതിൻ്റെ പോലെ ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം, കണ്ണാടി മടക്കി ഇതുപോലെ വെക്കണമെന്നൊന്നും പറഞ്ഞാൽ കുട്ടികളെ അനുസരിച്ചോളണമെന്നില്ല. ഫൈബർ ലെൻസാണ് എപ്പോഴും കൂടുതൽ നന്നാവുക.
അപ്പം എന്ത് തന്നെയായാലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരുടെ കാഴ്ച വൈകല്യങ്ങളുടെ കാര്യത്തിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പേരൻസിനും ടീച്ചേഴ്സിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പലപ്പോഴും പല കുഞ്ഞുങ്ങളും പിന്നെ കഷ്ടപ്പെട്ട് ബോർഡിൽ നോക്കുകയും എഴുതാൻ ബുദ്ധിമുട്ടൊക്കെ കാണിക്കുമ്പോഴും ടീച്ചർ വളരെ ദയാവായ്പോടുകൂടി അത് ശ്രദ്ധിക്കുകയും പേരൻസിനോട് പറയുകയും ഡോക്ടറുടെ ചികിത്സയ്ക്കായിട്ട് അവരെ പറഞ്ഞു വിടുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഡോക്ടറിനി വീണ്ടും വരണം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. You are watching 24 from News